ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ വീട് വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ വയറും അതുപോലെ തന്നെ ക്യാമറയുടെ വയറുകൾ, ഇൻ്റർനെറ്റിൻ്റെ വയറുകൾ, ലാൻഡ് കേബിളുകൾ ഇതെല്ലാം തന്നെ പല റൂമുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമുണ്ട്. നമുക്ക് ഭിത്തിമേടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലോറിലൂടെ എങ്ങനെ കൊണ്ടുപോകുന്നതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഇത് ക്യാമറയുടെ ലൈനുകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, അതിൽ സർക്യൂട്ടുകളും കൊണ്ടുപോകുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ നമുക്ക് വേണ്ട പൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തീരുമാനിക്കുക. ആദ്യമേ തന്നെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ലൈനാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോറിൻ്റെ അകത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ISI പൈപ്പ് അല്ലെങ്കിൽ വാട്ടർ ലൈൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ തന്നെ വേണം നമ്മുടെ ഫ്ലോറിലിടാനായിട്ട്. അല്ലെങ്കിൽ സാധാരണ പൈപ്പാണ് നമ്മൾ ഫ്ലോറിലിടുന്നതെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 3/4 ഇഞ്ച് പൈപ്പാണ്. അത് വാട്ടർ ലൈനിൻ്റെ 3/4 ഇഞ്ച് പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ലൈനിൻ്റെ 3/4 ഇഞ്ച് പൈപ്പിൻ്റെ തന്നെ ബെൻഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ DBയിലേക്ക് കയറ്റി കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഫുൾ ബീം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് മുകളിലൂടെ സൈഡ് വിത്തുകളിലൂടെ കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സർക്യൂട്ട് കൊണ്ടുപോകാൻ എളുപ്പത്തിന് ഈ DBയിൽ നിന്ന് നേരെ കിച്ചൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോറിലൂടെ ഏകദേശം ഒരു 3 പൈപ്പ് 3/4 ഇഞ്ച് പൈപ്പ് 3 എണ്ണം നമ്മൾ ഓൾറെഡി ഈ ബോക്സിലേക്ക് നമ്മൾ കയറ്റി 12ൻ്റെ ബോക്സിലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് പോകുമ്പോൾ ഏകദേശം ഒരു 15-20 മീറ്റർ വരുന്ന സ്ഥലത്ത് നമുക്ക് മിനിമം വയർ വരുന്നത് ഏകദേശം ഒരു 5 മീറ്ററിന് താഴെ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എല്ലാം ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഫ്ലോറിലൂടെ നമുക്ക് കൊണ്ടുപോകാതിരിക്കുന്ന ഒരു പരിധി വരെ നല്ലത്. പക്ഷേ എന്നാൽ നമുക്ക് ഭിത്തി കാര്യങ്ങളൊന്നും സൈഡിലില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു ലെവലിലേക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ ലൈൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ TV വരുന്ന ഏരിയയാണ് ഇവിടെ വരുന്നത്. TVയുടെ മോണിറ്റർ കാര്യങ്ങളെല്ലാം ക്യാമറയുടെ മോണിറ്റർ സിസ്റ്റവും DVR സിസ്റ്റം എല്ലാം നമ്മൾ TVയുടെ ഏരിയയിലാണ് വെക്കുന്നത്. അപ്പോൾ TVയിലേക്ക് കൊണ്ടുവരുന്ന ക്യാമറയുടെ ലൈനുകളെല്ലാം തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്നും ബാക്ക് ഏരിയയിൽ നിന്നും സൈഡ് ഏരിയയിൽ നിന്നും എല്ലാം കൊണ്ടുവരേണ്ട അത്യാവശ്യം. ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ 3/4 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ബെൽറ്റ് നിങ്ങൾ കണ്ടോ, ബെൽറ്റിൻ്റെ മുകളിലാണ് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ലെവൽ വരുന്നത്, ഫ്ലോർ ലെവലിൻ്റെ കോൺക്രീറ്റ് ലെവൽ വരുന്നത്. അപ്പോൾ ബെൽറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലൂടെ വേണം നമ്മൾ പൈപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയാണോ ക്യാമറ വയ്ക്കുന്നത് അവിടേക്ക് പൊക്കിയിട്ടതിന് ശേഷം നമ്മളൊരു അതിൻ്റെ ഉള്ളിലൊരു വയർ വലിച്ചിട്ടേക്കണം. കാരണം പിന്നീട് നമുക്ക് സ്പ്രിങ് തള്ളിയെ കിട്ടിയില്ലെങ്കിൽ വേണ്ടിയിട്ടാണ് ഒരു വയർ കൂടി വലിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമുക്ക് DBയിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഭിത്തികൾ കാര്യങ്ങൾ കുറവാണെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് വീടുകളൊക്കെ ആണെങ്കിൽ ബീമുകളാണ് കൂടുതൽ. ഭിത്തിയൊക്കെ ചില സ്ഥലങ്ങളിൽ ഓപ്പണായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ബീമിലാണ് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ വയറിങ് ചെയ്യുന്നതിന് നമുക്ക് തടസ്സമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അത്യാവശ്യം വരുന്ന സർക്യൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഫ്ലോറിലൂടെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം തന്നെ ഫ്ലോറിലൂടെ പോയിരിക്കുന്ന സർക്യൂട്ടുകളാണ്. ഈ കാണുന്നതെല്ലാം DBയിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങിയിരിക്കുന്ന സർക്യൂട്ടുകളാണ്. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ ക്യാമറയുടെ സിസ്റ്റം നമ്മൾ ഫ്ലോറിലൂടെ ഇട്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാമറയുടെ വയർ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെ കൊണ്ടുപോകണം, ഏതൊക്കെ വയറുകളാണ് കൊണ്ടുപോകേണ്ടത്, ക്യാമറയുടെ വയറുകൾ അതുപോലെയുള്ള മെയിൻ വയറുകളെല്ലാം തന്നെ നമുക്ക് മാക്സിമം ലെങ്ത്ത് കുറച്ച് ഫ്ലോറിലൂടെ എങ്ങനെ ഇടാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.